ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ജില്ലാ വാർത്താവതാരക പുരസ്കാരം NCTVയിലെ ആന്റോ കല്ലേരി ഏറ്റുവാങ്ങി. പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക ജില്ലാ വാർത്താവതാരക പുരസ്കാരമാണ് ആന്റോ കല്ലേരിക്ക് സമ്മാനിച്ചത്. ചാലക്കുടി മേഖലയിലെ മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിന് ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം 2025 പരിപാടിയിലാണ് മാധ്യമ അവാർഡുകൾ സമർപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി. പ്രണാമത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സമഗ്ര സംഭാവനയ്ക്കുള്ള മധു സമ്പാളൂർ സ്മാരക സംസ്ഥാന മാധ്യമ പുരസ്കാരം കേരള കൗമുദി ദിനപത്രം തിരുവനന്തപുരം ന്യൂസ് ഹെഡ് ആൻഡ് അസോസിയേറ്റ് എഡിറ്റർ VS രാജേഷും, ജനയുഗം മുൻ ലേഖകൻ CK പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരം മലയാള മനോരമ തൃശൂർ ബ്യൂറോയിലെ ലേഖകൻ വിനീഷ് വിഷുവും, പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ജില്ലാ ദൃശ്യ മാധ്യമ പുരസ്കാരം തൃശൂർ ACV ന്യൂസിലെ പ്രദീപ് ഉണ്ണിയും, കൊല്ലാടിക്കൽ രാജൻ സ്മാരക ജില്ലാ വാർത്താവതാരക വനിതാ വിഭാഗം പുരസ്കാരം ചേലക്കര NCTVയിലെ ധന്യ മണികണ്ഠനും, കെയർ കേരള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച ഓൺലൈൻ മാധ്യമത്തിനുള്ള ജില്ലാ പുരസ്കാരം പബ്ലിക് തൃശൂരിലെ ശിവപ്രസാദ് പട്ടാമ്പിയും, മികച്ച വാർത്താ ചിത്രത്തിനുള്ള AP തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം മലയാള മനോരമ ചെറുതുരുത്തി ലേഖകൻ ജയകുമാർ പാഞ്ഞാളും ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിലുള്ള ചിറക് പദ്ധതിയുമായി സഹകരിച്ച് ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 100ഓളം പത്ര ഏജന്റുമാരെ ആദരിച്ച് MLA ഉപഹാര സമർപ്പണം നടത്തി. നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ ചികിത്സാ സഹായ വിതരണവും നടത്തി. പ്രസ് ഫോറം അംഗങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡുകൾ റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ സമ്മാനിച്ചു. മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ പ്രസ് ഫോറം രക്ഷാധികാരി അഡ്വക്കേറ്റ് NR സരിത അനുസ്മരിച്ചു. പ്രണാമം ചീഫ് കോർഡിനേറ്റർ വിൽസൺ മേച്ചേരി, അക്ഷര ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി പ്രസ് ഫോറത്തിന് ഈ വർഷം വനിതകളായ സാരഥികളാണ് ഉള്ളത് എന്നുള്ളതിനുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ആദ്യം രേഖപ്പെടുത്തുകയാണ്. ഇന്നൊട്ടേറെ പരിപാടികളുടെ തിരക്കുണ്ടായിരുന്നെങ്കിലും ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കിയ ഈ